ഈ മുട്ട വെച്ചിട്ട് മുട്ടയും പാലക്കും കൂടിയിട്ട് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? അത്ര ടേസ്റ്റായിട്ടുള്ളൊരു കാര്യം. അപ്പം ഞാൻ കാണിക്കുകയാണ്. ആദ്യം ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിനെ ഞാനൊന്ന് ആദ്യം അടിച്ച് വെക്കാൻ പോവാണ്. എന്നിട്ട് എന്താണ് കാണിക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഈ സ്പിനച്ച് ആൻഡ് പാലക്ക് എന്ന് പറയുന്നതൊക്കെ ഒന്നാണ്. പക്ഷേ ചിലവർക്ക് ഈ സ്പിനച്ച് വലിയ താല്പര്യമില്ല കഴിക്കാൻ. സാലഡിലിട്ടാൽ നല്ലതാണ്, മുഴുക്ക് പുരട്ടി ഉണ്ടാക്കിയാലും നല്ലതാണ്. ഞാനിത് കണ്ടിട്ടുണ്ട്. ഇത് കേരളത്തിൽ, ഞാൻ പാലക്കാടുകാരി ആയതുകൊണ്ട് പറയുകയാണേ, ഈ പാലക്ക്, മേത്തി ഇതൊന്നും അങ്ങനെ അധികം ആരും കഴിക്കില്ല. നമ്മുടെ ഈ സാധാരണ നാടൻ ചീര ഇപ്പോൾ കുറേ ഭേദമാണ്. പണ്ട് ഒരു 10 കൊല്ലം 12 കൊല്ലം മുമ്പൊക്കെ ആരും ഈ സ്പിനച്ച് പാലക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല. ഞങ്ങളുടെ വീട്ടിൽ തന്നെ എൻ്റെ തറവാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്താ ഉണ്ടാക്കുക, മേത്തിക്ക് കശക്കില്ലേ, ഇങ്ങനെയൊക്കെയാണ് പറയുക. പക്ഷേ വളരെ ടേസ്റ്റും ആരോഗ്യത്തിന് പാലക്കും മേത്തിയും വളരെ നല്ലതാണ്. ഇത് ഒരു 1.5 കപ്പ് പാലക്കുണ്ടാവും, മുറിച്ചത്, ചോപ്പ് ചെയ്താണ് കേട്ടോ. നോക്കിക്കൊള്ളിയില്ല, നല്ല ഫ്രഷായിട്ട് ഓർഗാനിക് പാലക്കാണത്. പിന്നെ വേണ്ടത് ഒരു 2-3 പച്ചമുളക്, 2 വലിയ പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കണേ. ഇതാ നല്ല എരിവുണ്ട്. 1 അല്ലി വെളുത്തുള്ളി. ഇതിന് ഒരു 3-4 എടുക്കാം കേട്ടോ. വെളുത്തുള്ളി ജാസ്തി ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇത്ര എൻ്റെ അടുത്തുള്ളത് തന്നെ ഞാൻ എടുത്തിരിക്കുകയാണ്. ഒരു 5-6 ചെറിയ ഉള്ളി. ഇത് 3 കൂടി ഒന്ന് വെറുതെ ഒന്ന് ചതയ്ക്കുക, അല്ലെങ്കിൽ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്യുക. എന്നിട്ട് ഞാൻ എന്താ കാണിക്കണമെന്ന് പറയാം. അപ്പോൾ ഞാൻ ഈ സ്പിനച്ചിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിരിക്കുകയാണ്. ഈ സ്പിനച്ചിൽ എല്ലാം കൊണ്ട് ദേഹത്തിന് വളരെ നല്ലതാണ്. ഡയബറ്റീസുകാർക്ക് കൊളസ്ട്രോൾ ചുരുക്കാൻ, നമ്മളുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ, ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കുറയ്ക്കാൻ, പിന്നെ കണ്ണിന് ഏറ്റവും നല്ലതാണ്. മേത്തി കീരയ്ക്ക് എന്താ വെച്ചാൽ കുറച്ചുകൂടി പ്രോട്ടീൻ ജാസ്തിയുണ്ട്, പക്ഷേ ഓൾ ബെനിഫിറ്റ്സ് അത് സെയിം. അതും വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ പാൻ വെച്ചിട്ട് എണ്ണ ചൂടായി, ഞാൻ അതിലേക്ക് ഈ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ആഡ് ചെയ്യാം. ഇതൊന്ന് നന്നായി വരട്ടെ. വെള്ളം തീരെ ചേർക്കരുത്. ഈ എണ്ണയിൽ കിടന്നിട്ട് വേണം ആ പാലക്ക് ഒന്ന് ആവാൻ. ഇതിപ്പോൾ ഒന്ന് വഴറ്റി വന്നു. ആ സമയത്ത് ഞാൻ എന്താ ചെയ്യണറിയോ, ഒരു നുള്ള് ഇതെങ്ങനെ കണ്ടോളൂ, പിഞ്ച്. ഈ പാലക്കിൽ വേഗം ഉപ്പ് ജാസ്തിയാവും. പിന്നെ അത് മാത്രമല്ല, ഞാൻ മുട്ടയിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടാണ് അടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ പാലക്ക് 1.5 കപ്പുണ്ട്, അതിനതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് വേഗം ഒന്ന് വെള്ളമാവാത്ത വിധത്തിൽ ഹൈ ഹീറ്റിൽ ഞാനിതിനെ ഒന്ന്, ഇത് വളരെ കൂടുതൽ ഉണ്ടാക്കാട്ടോ, വളരെ നല്ലതാണ്. ഞാനിപ്പോൾ 2 ആൾക്കുള്ളതാണ് ഇപ്പോൾ കാണിക്കണത്. വളരെ ടേസ്റ്റാണ്. ഇതെനിക്ക് പറഞ്ഞു തന്നത് ആരാ അറിയോ? ഈ ചീര കൊണ്ടുവരുന്ന ഒരാൾ. ഞാൻ ഈ 10-12 കൊല്ലം മുമ്പ് പാലക്കാടുള്ള ഒരു ദിവസം ഞാൻ ഈ ചീരക്കാരൻ ഈ ചീര കൊണ്ടുവന്നപ്പോൾ അയാൾ പറയുകയാണ്, ചേച്ചി ഇത് മുട്ടയുടെ കൂടെ ഇട്ട് വെച്ച് നോക്കൂ, ഏറ്റവും നല്ലതാണ്. ഇതിൽ വല്ല ടേസ്റ്റ് ഉണ്ടോ ഈ ചീരയ്ക്ക് എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയാണ്, മുട്ടയുടെ കൂടെയാണ് ഇത് വെച്ച് കഴിക്കേണ്ടത്, മുട്ട ഇതും കൂടി ചേച്ചി ഇട്ടിട്ട് അടിച്ച് വെച്ച് നോക്കൂ. പക്ഷെ അത് വളരെ ടേസ്റ്റായിരുന്നു കേട്ടോ അയാൾ പറഞ്ഞത്. ഞാനതിൽ വെളുത്തുള്ളി, ഇഞ്ചി, ഈ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയല്ല, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇത് എത്ര വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 6-7 എണ്ണം ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഈ മുട്ട ഒന്ന് ഇത് ചുരുങ്ങിയപ്പോൾ ഈ മുട്ട ഞാനിതിലേക്ക് ആഡ് ചെയ്യാണ്. മുട്ടയിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മുട്ടയൊന്ന് ആവട്ടെ. ഇപ്പോൾ എൻ്റെ പാലക്കും മുട്ട കൂടിയിട്ട് ഇത് ശരിക്കും സ്ക്രാമ്പിൾഡാണ്. ഈ സ്ക്രാമ്പിൾഡ് ഈ ചീര ചേർക്കും. ഈ ചീര ഇഷ്ടമില്ലാത്തവരുടെ കാര്യം ഞാൻ പറയണം, ഇതിങ്ങനെ ചെയ്യാം. പിന്നെ പൊട്ടറ്റോ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇത് വളരെ ടേസ്റ്റാണ്. ഇങ്ങനെ എല്ലാവരും ചെയ്തു നോക്കും കേട്ടോ. ഒരു കെട്ട് ചീര വളരെ കുറവാണ് കിട്ടുക. ഇത് ശരിക്കും ഈ പാലക്കീര ഉണ്ടാക്കി കഴിഞ്ഞാൽ അതങ്ങനെ വച്ചിട്ട് ഒരു കെട്ടൊക്കെ ആണെങ്കിൽ നന്നായി ചുരുങ്ങിപ്പോകും. അപ്പോൾ അതിൻ്റെ കൂടെ ഈ മുട്ടയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. എന്താ പറയുക, മുട്ടയിൽ നല്ല പ്രോട്ടീനുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു കൂട്ടാണ്.
ഇതിൻ്റെ ലാസ്റ്റ് മൂമെൻറ്റിൽ ഞാൻ ലേശം പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന് നല്ലൊരു മണം തരും. എന്നിട്ട് ഞാനിത് ഓഫ് ചെയ്തു. ഇപ്പോൾ നോക്കിക്കോളൂ, എൻ്റെ പാലക് മുട്ട. ഇത് തോരൻ പറയാൻ പറ്റില്ല, ഞങ്ങൾ തേങ്ങ ആഡ് ചെയ്തതിൽ മാത്രമേ തോരൻ എന്ന് പറയാറുള്ളൂ. അപ്പോൾ ഇതൊരു മെഴുക്ക് വരട്ടി എന്ന് തന്നെ പറയാം. മുട്ട പാലക് മെഴുക്ക് വരട്ടി അടിപൊളി ടേസ്റ്റാണ്. ഞാനിതിൻ്റെ ഉപ്പ് കൂടി ഒന്ന് നോക്കട്ടെ. പാകത്തിന് ഉപ്പുണ്ട്. എന്താ വെച്ചാൽ ആ ചീരയിൽ ഉപ്പില്ലെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ ഒരു നുള്ളിട്ടത്. മുട്ടയിൽ ഞാൻ ഉപ്പിട്ടിട്ടാണ് അടിച്ചത്. ഇത് നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിതിനെ എൻ്റെ പ്ലേറ്റിലാക്കിയിട്ട് കാണിക്കാം. ഇപ്പോൾ എൻ്റെ മെഴുക്ക് പുരട്ടി കണ്ടുവല്ലോ, വളരെ നല്ലതാട്ടോ. ഇത് ഷുവറായിട്ടും വളരെ സിമ്പിളാണ്. ഈ ചീര ഉണ്ടെങ്കിൽ ഞാനിത് മുറിച്ചിട്ട് വയ്ക്കും, 2 കവറിലാക്കിയിട്ട് നല്ലോണം ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്കത് മുറിച്ച് ചോപ്പ് ചെയ്ത് വയ്ക്കുമ്പോൾ എന്തിനു വേണമെങ്കിൽ പെട്ടെന്നെടുത്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ പാലക്കീര നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് ഞാൻ കാണുന്നു. പക്ഷേ പെട്ടെന്ന് എല്ലാവരും തണ്ടൻ ചീരയെ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആ ചുവന്ന കളർ ചീര അങ്ങനെ. ഇതും വളരെ ഹെൽത്ത് വളരെ ബെനിഫിറ്റ്സ് വേണം ഹെൽത്തിന്. അതേമാതിരി മേത്തിക്കീര ഞാൻ ചോദിക്കും, അയ്യോ അത് കഴിക്കില്ലേ, അത് വെള്ളം തട്ടിയാൽ കഴിക്കും. ഇതൊക്കെ പറയുന്നതാണ്. നിങ്ങളത് തേങ്ങയൊക്കെ ഇട്ട് തോരനാക്കി നോക്കൂ, വളരെ ടേസ്റ്റിയാണ് ഉലുവക്കീരയും. സോ ഫ്രണ്ട്സ്, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ. ഇറ്റ്സ് ബൈ ഫ്രം സുധ.